നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ മാറും. ചന്ദ്രലേഖയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സ്നാക്കാണ് അല്ലേ? അതെ അതെ. ഓക്കെ, എന്താണ് എൻ്റെ പേര്? കടല നിവേദ്യം. കടല നിവേദ്യം. മുളം തണ്ട് കൊളിക്കുന്ന മധുനിലാവിൽ മുലക്കച്ച ഞൊറിഞ്ഞെത്തും കുളിർത്തെന്നലിൽ അളകങ്ങൾ മെടയുന്ന പെരിയാറ്റിൻ വിരിമാറിൽ പുഴയുടെ ചന്തം ഞാൻ നോക്കി നിന്നു. നിരവധി ഭാഷകളിൽ കവിതകൾ എഴുതുകയും അത് നന്നായി ചൊല്ലുകയും ചെയ്യുന്ന ഒരു കലാകാരി ഫൗസിയയാണ് നമ്മൾ ഇന്ന് ചന്ദ്രലേഖയിൽ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് ഫൗസിയ അബൂബക്കർ. ഞാൻ കവിതകൾ എഴുതാറുണ്ട്, പാട്ടുകൾ എഴുതാറുണ്ട്, പിന്നെ ചിത്രം വരയ്ക്കാറുണ്ട്, വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് മനസ്സിൽ വരുന്ന എനിക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഹസ്ബൻഡും 3 മക്കളുമായിട്ട് ഞങ്ങൾ ആലുവയിൽ താമസിക്കുന്നത്. എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. ഞങ്ങൾ താമസിക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്താണ്. ഞാനറിഞ്ഞ ശിവ ടെമ്പിളിനെ കുറിച്ചും മണപ്പുറത്തെക്കുറിച്ചുമൊക്കെ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മുളം തണ്ട് കൊളിക്കുന്ന മധുനിലാവിൽ മുലക്കച്ച ഞൊറിഞ്ഞെത്തും കുളിർത്തെന്നലിൽ അളകങ്ങൾ മെടയുന്ന പെരിയാറ്റിൻ വിരിമാറിൽ പുഴയുടെ ചന്തം ഞാൻ നോക്കി നിന്നു. ആലുവ പുഴയുടെ ചന്തം ഞാൻ നോക്കി നിന്നു. ആലുവ പുഴയുടെ ചന്തം ഞാൻ നോക്കി നിന്നു. കൊലുസിട്ടു പായുന്ന കുറുമ്പിയെന്ന് കൊതിയോടെ അന്നാ കവി പാടി. മണപ്പുറത്തങ്കലമാർ ശിവരാത്രി നോയമ്പെടുത്ത് ഉറങ്ങാത്ത മനസ്സുമായി ബലിയിടുമ്പോൾ വ്രതശുദ്ധിയോടവളേറ്റുവാങ്ങി ആത്മാക്കൾ നിറഞ്ഞ പുഞ്ചിരിയുമായി വിടവാങ്ങി. ഈ കലാരംഗത്ത് എനിക്ക് ഇത്രയധികം ശോഭിക്കാൻ കഴിയുന്നത് എൻ്റെ കുടുംബത്തിലെ സപ്പോർട്ടാണ്. എല്ലാവരും, എൻ്റെ ഭർത്താവും മക്കളും. കാരണം ഞാനൊരു കുടുംബിനിയാണ്, ഭാര്യയാണ്, അമ്മയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഞാനൊരു കലാകാരിയല്ല, ശരിക്കും ഞാനൊരു ഭാര്യയും അമ്മയും തന്നെയാണ്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് കൊടുക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അപ്പം ഞാനത് എൻ്റെ ഭർത്താവിനും മക്കൾക്കും എൻ്റെ കുടുംബത്തിനും കൊടുക്കുമ്പം ബാക്കിയുള്ള സമയങ്ങൾ, എൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ കലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിലാണ് ഞാൻ എൻ്റെ കലാപ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നത്.
എനിക്ക് ഭാഷകൾ പഠിക്കാൻ വലിയ ഇഷ്ടമാണ്. അറബി, ഹിന്ദി, ഉറുദു, തമിഴ്, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലും ഞാൻ സംസാരിക്കും. അപ്പം അതിലൊക്കെ കവിതകൾ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഉറുദു ഗസലുകൾ എഴുതി നോക്കാറുണ്ട്. അപ്പം ഈ അടുത്തൊരു ഷെഹനായി എന്ന് പറയുന്ന ഒരു ഫിലിം ജ്യോതിർമയ ബാനറിൽ ഷെഹനായി എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് ഒരു ഉറുദു ഗസൽ എഴുതിയിട്ടുണ്ട്. ഒരു ആൽബം സോങ് ചെയ്യുന്നുണ്ട്. അത് ഉറുദു, ഹിന്ദി, അറബി, പഞ്ചാബി മിക്സാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രണവ് ദാസും ശ്രീജിത്ത് മേനനാണ്. പാടിയിരിക്കുന്നത് AR റഹ്മാൻ്റെ ട്രൂപ്പിലുള്ള ഭവ്യ പണ്ഡിറ്റാണ്. അത് ആ വരികൾ, എൻ്റെ വരികൾ ജാവേദ് അക്തർ സാബ് കണ്ടു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈയിടെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സോങ് എഴുതിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടുകൾ എഴുതാറുണ്ട്. അത് എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പരിധികൾ വെക്കാറില്ല. എന്തും ഏത് വിധത്തിലുള്ളതായാലും എഴുതാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മാപ്പിളപ്പാട്ട് ഇപ്പം കേരള മാപ്പിള കവികളുടെ കൂട്ടത്തിൽ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. മേഘക്കുട പ്രത്യക്ഷമാകുന്നു, ന്യായാസനം സ്ഥാപിതമാകുന്നു, വജാ റബ്ബുക വജാ റബ്ബുക. സ്വർഗാധിപതി നീ വരുന്ന നേരം, സ്വർഗാധിപതി നീ വരുന്ന നേരം, വനസ്സലുൽ മലായികത്തു തൻസീലാ, വൽ മലക്കു സഫൻ സഫാ. പിന്നെ ഒരുപാട് മാപ്പിളപ്പാട്ടിൻ്റെ CD-കൾ ഇറങ്ങിയിട്ട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത് ഒരിക്കലൊരു മ്യൂസിക് ഡയറക്ടർ, മാപ്പിളപ്പാട്ട് കഴിഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ത്രീക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചത് ഒരു രാധ ചേച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പം ഞാൻ ഖബറിനെ കുറിച്ച്, മാപ്പിളപ്പാട്ടിൽ ഖബറിനെ കുറിച്ചൊക്കെ എഴുതിയ ആ സോങ് ആ സ്ത്രീക്ക് എന്തൊക്കെയോ മാനസിക വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ടാണ് ആ സ്ത്രീ ഇപ്പോൾ സമാധാനത്തോടു കൂടി ഉറങ്ങുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ സമയമാണത്. ചിത്രപ്രദർശനങ്ങൾ നടത്താറുണ്ട്. കോമസൻസ് ആർട്ട് ഗാലറിയിൽ ആസിഫ് അലി കോമാണ് അത് ചെയ്യുന്നത്. അവരുടെ ഇതിലാണ് ഞാൻ ചിത്ര എക്സിബിഷനുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രങ്ങൾ കണ്ടിട്ട് എന്നെ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു സൗഭാഗ്യങ്ങളാണ് അതൊക്കെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു, വരയ്ക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും എൻ്റെ കൂട്ടുകാരെ ഞാൻ കൂടുതൽ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ആയിരുന്നു ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പുറകിൽ നിൽക്കും. സ്കൂളിൽ ഒരു ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ഒരു കുട്ടി ആബ്സെൻ്റ് ആയതിൻ്റെ പേരിൽ ഞാൻ അന്ന്, എനിക്ക് നിർബന്ധ സാഹചര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്ന് ഞാനത് ചെയ്തപ്പം എനിക്കായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പാകത്തിന്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞത്. എല്ലാവരെയും മുമ്പിലേക്ക് നിർത്തിയുള്ള ഒരു മനസ്സായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ തന്നെയാണ്. തൃശ്ശൂർ കുന്നംകുളത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോയ ഭടന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ദേശഭക്തി ഗാനം എഴുതുകയുണ്ടായി. അത് 100 പേര് കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ആലപിച്ച ഒരു ഗാനമാണത്. അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും പഠിച്ചിട്ടുള്ളത് ബോട്ടണിയാണ്. വിഷയം എടുത്തത് ബോട്ടണി ആണെങ്കിലും
എഴുത്തിൻ്റെ മേഖല എനിക്ക് ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ ഹിന്ദി ഭാഷയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മെയിനായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ ടി വിയിൽ ഒക്കെ പരിപാടികൾ കണ്ടാണ് കൂടുതലും ഞാൻ ഹിന്ദി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറുദുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പം ഉറുദു ഭാഷയുടെ ഭംഗി, അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒക്കെ അറിഞ്ഞപ്പം എനിക്ക് ഉറുദു ഭാഷയിലും എഴുതണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഉറുദുവിൽ ഗസലുകൾ എഴുതി തുടങ്ങിയത്. मेरे अक्सी तस्वीर की असमती रफ्तार तेरे आँखों की खजाने में क्यों रखा किसने എൻ്റെ ഛായാചിത്രത്തിലെ നഷ്ടപ്പെട്ട പ്രതാപം നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ആര് എന്തിനായി വെച്ചു? രാത്ത് ഗയി രാഹി സോ ജായേ തോ രാത്ത് കി നൈയാ ക്യാ കരോ രാത്ത് കി നൈയാ ക്യാ കരോ दिल ही दिल में तुम सो जाए तो प्यार की नैया क्या करो प्यार की नैया क्या करो. അർദ്ധരാത്രി വരെ യാത്രക്കാരൻ ഉറങ്ങുകയാണെങ്കിൽ നിശയുടെ തോണി എന്തു ചെയ്യും? എൻ്റെ മനസ്സിൽ തന്നെ നീ ഉറങ്ങുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ തോണി ഞാൻ എന്തു ചെയ്യും? എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, രാജി ആൻറ്റി എന്ന് പറയും. ഭയങ്കര കൃഷ്ണഭക്തിയാണ്. എനിക്ക് കൃഷ്ണഭക്തിയല്ല, ആ രാജി ആൻറ്റീൻ്റെ അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഭക്തിയും അതൊക്കെ വെച്ചിട്ട് ഞാൻ കൃഷ്ണഭക്തി ഗാനം എഴുതിയിട്ടുണ്ട്. കരിനീലമുകിലിനെ ഞാൻ കളിയാക്കി കണ്ണൻ്റെ നീലിമ കട്ടവളേ കണ്ണൻ്റെ വെണ്ണകട്ട വെൺമുകിലോതി എന്നോടരുതേ ആരോടും പറയരുതേ കണ്ണ ഞാൻ ആരോടും പറഞ്ഞതില്ല അവരെന്നോടെങ്ങാനും പിണങ്ങിയാലോ അരികത്തു നിൽക്കുമ്പോൾ അകതാരു കൊണ്ടൊന്ന് നിന്റെ തൊടാൻ മോഹം മയിൽപ്പീലി തുണ്ടൽ മുക്കി നെഞ്ചിലെ ചിത്രത്തിന് നീലിമ നൽകാൻ മോഹം കൃഷ്ണ 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 എന്നുറക്കെ വിളിക്കാൻ മോഹം കൃഷ്ണ 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 എന്നുറക്കെ വിളിക്കാൻ മോഹം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കല. അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തന്നിട്ടുള്ള കഴിവ് എന്താണോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് തുറന്ന് കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വേദികളുണ്ട്. നമ്മൾ അതിന് കുറച്ച് കഷ്ടപ്പെട്ട് അതിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള വേദി തുറന്നു കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കറികളിൽ എരിവോ എണ്ണയോ കൂടുന്നത്. ഇത്തരം അവസരങ്ങളിൽ നമ്മളൊരു പീസ് ബ്രെഡ് മുറിച്ച് ഈ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ എക്സസീവായിട്ടുള്ള എരിവും എണ്ണയും അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. ഇനി നമുക്കൊരു കുക്കറി സെഗ്മെൻറ്റ് കാണാം. നമുക്കെല്ലാവർക്കും സ്നാക്സ് ഇഷ്ടമാണ്.
ഇന്ന് നമ്മൾ ചന്ദ്രലേഖയിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ്. ഇത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരുന്നത് മിസ്സസ് കാവ്യ ലോറൻസ് ആണ്. അപ്പം എന്താണ് ഈ വെറൈറ്റി സ്വീറ്റ് സ്നാക്ക് നമുക്ക് നോക്കാം. ഹലോ ചേച്ചി. ഹലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സ്നാക്കാണ് അല്ലേ? അതെ അതെ. ഓക്കെ, എന്താണ് എൻ്റെ പേര്? കടല നിവേദ്യം. കടല നിവേദ്യം. നിവേദ്യം. ശരി, അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഇതിൽ കടല. കടലയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ? അതെ അതെ. പിന്നെ തേങ്ങ തേങ്ങ ചുരണ്ടിയത്. ഇതിന് 1/2 കിലോ കടലയ്ക്ക് 3 തേങ്ങ ചുരണ്ടിയത്. അത്രയും വേണം. അത്രയും വേണം. 1/2 കിലോ കടലയാണോ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്? 1/2 കിലോ കടല എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1 കിലോ നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം 1 കിലോ. 1 കിലോ. ഓക്കെ. പിന്നെ 250 കൽക്കണ്ടം, 200 നെയ്യ്, 200 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഓക്കെ. പൊട്ടുകടല 250. ശരി. ഉണക്കത്തേങ്ങ 1 ചെറുതായി അരിഞ്ഞത്, കണ്ടൻസ് മിൽക്ക് 1 ബോൾ, ശർക്കര 1 കിലോ, 1 കിലോ, ഏലക്ക 5 അപ്പം നമ്മുടെ കടല നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്. അപ്പം കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എല്ലാം നല്ല പാകത്തിലായിരിക്കും അല്ലേ? അതെ അതെ അതെ. ശരി, അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കടല ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കടല വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടല്ലേ? ഇത് ലേശം ഉപ്പിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ശരി, ഉണ്ടാക്കാം. ഈ കടല ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 വിസിൽ കേൾക്കുമ്പോൾ പാകമാവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശർക്കര വയ്ക്കും. ഓക്കെ. കുറച്ച് വെള്ളം വേണം. വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് പാനിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കടല ഉപ്പിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിനുശേഷം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതേ സമയം തന്നെ നമ്മൾ വെച്ചിരുന്ന ശർക്കര പാനിയാക്കാൻ വേണ്ടി വെക്കുന്നത്. കടല ഇനി ഇത് 3 വിസിലായിട്ട് ഇത് പാകമായിരുന്നു. അപ്പോൾ അത് ഇനി തണുക്കണം. ഇതിനിടയ്ക്ക് അത് അപ്പോഴും തന്നെ നമ്മൾ ശർക്കരയും കൂടെ പാനി കഴിച്ചു. അപ്പോൾ അതും റെഡി ആയിരിക്കുക. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് അടുത്തത്? ഇത് നമുക്കിപ്പോൾ തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ കടല കുക്കറിൽ വേവിച്ച് നമ്മൾ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ശർക്കരയും പാനിയാക്കി. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഉരുളി അടുപ്പിൽ വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കശുവണ്ടി പരിപ്പ്, പൊട്ടുകടല, ഉണക്കത്തേങ്ങ, ഉണക്കുന്നറിയാലോ, മുന്തിരി, ഇത്രയും നെയ്ക്കകത്ത് വറുത്ത് കോരുക. ഓക്കെ. അപ്പം നെയ്യ് വേണമല്ലോ? നെയ്യ് വേണം. ഞാൻ ഇടട്ടെ? നെയ്യൊന്ന് ചൂടായതിനു ശേഷം. ഓക്കെ. നെയ്യ് ചൂടായില്ലേ? ഇനി എന്താ വേണ്ടേ? കശുവണ്ടി പരിപ്പ് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമാകണമായിരിക്കും അല്ലേ? ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ കോരുക. ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. പെട്ടെന്ന് കോരിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ അകത്ത് പൊട്ടുകടല ഇടാം. ഓക്കെ. അപ്പം നമ്മുടെ കാഷ്യൂ നെയ്ക്കകത്ത് വറുത്ത് കോരി കഴിഞ്ഞു. ഇത് മുഴുവൻ ഇടുകയാണ്. ഇനിയിപ്പോൾ എല്ലാം എളുപ്പത്തിലാണ് ഉണ്ടാകുക. ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോരുക. ഓക്കെ. അതിലേക്ക് തന്നെയാണല്ലോ അല്ലേ? അപ്പം നമ്മളുടെ അണ്ടിപ്പരിപ്പും അതുപോലെ പൊരിക്കടലയും നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി മുന്തിരി. ഓക്കെ. ഇത് റെഡി ആയിട്ടുണ്ട്. കോരു. ഇനി ഉണക്ക നാളികേരം വറുക്കുക. ഓക്കെ. അതും കൂടെ ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ശരി. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ഫ്രൈ പരിപാടിയെല്ലാം തീരും. ഇത് പാകമായിട്ടുണ്ട്. ഓക്കെ. ഈ പ്ലേറ്റിലേക്ക് തന്നെയല്ലേ? ഇനിയിപ്പോൾ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ പകുതിയിലേറെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കടല. ഓക്കെ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വേവിച്ച് വെച്ച കടല എടുക്കട്ടെ? നന്നായി ഇളക്കി കൊടുക്കണം അല്ലേ? ഇത് നന്നായിട്ട് ഇളക്കി
ഒരു 2-3 മിനിറ്റ് ഓക്കെ. നമ്മുടെ കടല നന്നായിട്ട് നെയ്യിൽ വറുത്തിട്ടുണ്ട്. ശർക്കര അരിച്ച് ചേർക്കണം അരിച്ച് അല്ലേ? ചേർക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ നേന്ത്രപ്പഴം കൂടി ഇടും. ഓക്കെ. നമ്മൾ നേന്ത്രപ്പഴം 1 കിലോ. എത്ര കിലോ ആയിരുന്നു ചേച്ചിയത്? ഇത് 1 കിലോ. 1 കിലോ. 1 കിലോ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്, കാരണം അലിഞ്ഞു പോകാതിരിക്കാൻ. നേന്ത്രപ്പഴം കിട്ടണം അല്ലേ നമ്മൾ കഴിക്കുമ്പോൾ? ഇതിലിടുന്ന എല്ലാ സാധനങ്ങളും നമുക്കറിയണം. ഓക്കെ ഓക്കെ. തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് അതിന്റെ കൂട്ടത്തിൽ അലിഞ്ഞു പോകും. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ഇടാം. ഓക്കെ. അപ്പം ഇത് നമ്മളുടെ കാഷ്യൂനട്ട്, അതുപോലെ മുന്തിരി, ഉണക്കത്തേങ്ങ, പൊരിക്കടല അല്ലേ? ഇത്രയും കൂടെ നമ്മൾ നെയ്യിൽ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകും. ഓക്കെ. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കൽക്കണ്ട ഇടുക. ഓക്കെ. അതോടുകൂടി ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ. ഇത് കൽക്കണ്ടം ചേർത്തു. അങ്ങനെ കുറേ അധികം ടൈം എടുത്ത് കുറേ ഡെലിഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നമ്മുടെ കടല നിവേദ്യങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ. നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ശരി. ഇതാണ് കടല നിവേദ്യം. ഓക്കെ. അപ്പോൾ നിങ്ങളും കണ്ടു കാണുമല്ലോ, നമ്മൾ കുറച്ചധികം സമയം എടുത്ത് ചേച്ചി വളരെ കാര്യമായിട്ട് കുറേ അധികം നല്ല ഡെലീഷ്യസ് യമ്മി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു വിഭവമാണ് കടല നിവേദ്യം. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈവനിങ് സ്നാക്കും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറ്. പക്ഷേ ചില കാര്യങ്ങളൊന്നും നമുക്ക് കടയിൽ പോയി വാങ്ങാൻ കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കടല നിവേദ്യം. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എല്ലാ സെഗ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി പുതിയൊരു അധ്യായത്തിൽ കാണാം.